കാപ്പി ഇഷ്ടായോ? വാ. നീ കാണിക്കുന്ന ഏതെങ്കിലും ഒരു കന്നന്തിരിവിന് നിനക്ക് ന്യായീകരണം ഇല്ലാതെ കേട്ടോ. പക്ഷെ ഇന്ന് നീ നിന്റെ പെൻസിലിനോടും എൻ്റെ ബുക്കിനോടും ചെയ്തത് നീ എന്തൊക്കെ പറഞ്ഞ് ന്യായീകരിച്ചാലും ഐ ഹാവ് മൈ ഡിസഗ്രിമെന്റ്സ്. നീ പറയുന്നത് പോലെ അതൊക്കെ ഒരു സാധനങ്ങളല്ല. പെൻസിലെടുത്ത് ചെവി തോണ്ടുന്നു, പുസ്തകം മുഴുവൻ തുപ്പൽ തേച്ച് വയ്ക്കുന്നു. സോ ഡിസ്കസ്റ്റിംഗ്. കഴിവ് കൂടുതലൊക്കെ നല്ലതാ, പക്ഷെ അഹങ്കാരമായിരുന്നു. നിലത്ത് ചവിട്ടി നിൽക്കണം. ഇത് എത്ര നേരം ഇന്നെങ്ങനെ തീരുവാ? കഴിഞ്ഞ എൻ്റെ കുഞ്ഞമ്മേ, ഒന്ന് ക്ഷമിക്കേ. ഒരു പണിയൊന്നും അറിയാൻ പാടില്ല, വെറുതെ ആളാമനൊക്കെടുത്ത. അവനെന്തേ കുഞ്ഞുമോൻ? ഇത് ഇപ്പം പുറത്തോട്ട് പോയി വെള്ളം എടുക്കാൻ വരും. ഇതെങ്ങനെയുണ്ട്? ഇതെൻ്റെ അങ്ങാരൊന്നുമല്ല, വെറുതെ അവൻ വന്നേക്കനാണ് മനുഷ്യനെ പറ്റിക്കാൻ. ഇത് പുള്ളി തന്നെയാണ്. ഇങ്ങനെ കുഞ്ഞമ്മനെ വിട്ടുപോയിട്ട് ഒരു 10-20 കൊല്ലമായില്ലേ? അതിൻ്റെ ഒരു വയസ്സും പ്രായമൊക്കെ ആയിട്ടുണ്ടാവില്ലേ? ഇനിയൊന്ന് നോക്കിയേ ഇല്ലേ? ഇത്തിരി വയസ്സായിട്ടുണ്ട്. ആ, വേണമെങ്കിൽ ഞാൻ ഒന്നുകൂടെ ചെറുപ്പമാക്കി തരാം. മോനോട് ഇരിക്കുക, ഞാൻ കുറച്ച് കഞ്ഞെടുത്തുണ്ട് വരാം. ആ, ലൂക്ക, നീ എന്തായി ചെയ്യുന്നത്? കണ്ടില്ലേ? എന്തേ? അതാ ചോദിച്ച ഒരു അറപ്പില്ലെന്ന്. എന്തിനു പടം വരയ്ക്കുന്നതിനാ? അതിനല്ല, ഈ പെൻസിലെടുത്ത് ചെവിയിൽ ഇങ്ങനെയൊക്കെ ആക്കാൻ. പെൻസിലല്ലേ ചെവിയുടെ ഏറ്റവും ബെസ്റ്റ്. ആ വട്സൊക്കെ ഭയങ്കര ഡേഞ്ചറാണ്, മറ്റേ ഇയർ ഡ്രമ്മൊക്കെ പൊട്ടിപ്പോവും. ഈ പെൻസിൽ വെച്ചാൽ നീ സ്കെച്ചൊക്കെ വരയ്ക്കുന്നത്, അതിനൊരു ഡിഗ്നിറ്റി ഇല്ലേ, ഒരു ഡിവൈനിറ്റി ഇല്ലേ? യു ഗോട്ട് ടു റെസ്പെക്ട് ദാറ്റ്. നോ, അതിനിപ്പോൾ എന്താ, ഇതൊരു യൂസ് ആൻഡ് ത്രോ ഒബ്ജക്റ്റ് ആണ്. ഇപ്പം ഇതിൻ്റെ പോലെ തരുമ്പോൾ നമ്മൾ ബ്ലേഡ് വെച്ച് ചെത്തിക്കളയും, പിന്നെ ഒട്ടും ഉപയോഗിക്കാൻ പറ്റാണ്ടാവുമ്പോൾ എറിഞ്ഞ് കളയും. അത്രേ ഉള്ളൂ. നത്തിങ് മോർ, നത്തിങ് ലെസ്. തർക്കിക്കാനൊന്നും ഞാനില്ല, പക്ഷേ ഇൻ മൈ ഒപ്പീനിയൻ ഇതിന് കുറച്ചുകൂടി റെസ്പെക്റ്റ് ഒക്കെ കൊടുക്കണം. എടോ, ഞാൻ ചെയ്യുന്നൊരു ആർട്ട് വർക്കിനെ റെസ്പെക്ട് ചെയ്യുന്നത് പറഞ്ഞാൽ എനിക്ക് മനസ്സിലാവും. പക്ഷെ അതിന് ഉപയോഗിക്കുന്ന പേന, പെൻസിൽ, ക്യാൻവാസ് ഇതിനെയൊക്കെ തൊട്ടുമുത്രം തലയിൽ വെക്കണം എന്നൊക്കെ പറഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടാണ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ, താൻ വായിക്കുന്ന പുസ്തകത്തിൻ്റെ കണ്ടന്റിനാണ് വില, അല്ലാതെ പുസ്തകം ഇറ്റ്സെൽഫ് ഈസ് വർത്ത് നത്തിങ്. ഓഫ് കോഴ്സ് നോട്ട്. ഓരോ ബുക്കിനും അതിൻ്റെതായിട്ടുള്ള ദൈവികതയുണ്ട്. നീ കേട്ടില്ലേ, എ ബുക്ക് ക്യാൻ ഗിവ് യു എ ലൈഫ്, എ ബുക്ക് ക്യാൻ ടേക്ക് യുവർ ലൈഫ്. ഈ പുസ്തകത്തിന്റെ എത്രാമത്തെ പേജിലാണ് ദൈവികത എന്ന് പറഞ്ഞത്? ഇതെന്തീ തുപ്പലൊക്കെ തേക്കണേ? തുപ്പലേജിലെ പുസ്തകത്തിന് പേജ് മറയ്ക്കാം. ഞങ്ങൾ തലമുറകളായിട്ട് എങ്ങനെയാണ്, ഞാൻ ഇങ്ങനെയാണ് പേജ് മറയ്ക്കുന്നത്, എൻ്റെ അപ്പ എങ്ങനെയാണ് പേജ് മറച്ചുകൊണ്ടിരുന്നത്, എൻ്റെ അപ്പയുടെ അപ്പ എങ്ങനെയാണ് മറച്ചുകൊണ്ടിരുന്നത്, എൻ്റെ അപ്പയുടെ അപ്പ എങ്ങനെയാണ് മറച്ചുകൊണ്ടിരുന്നത്. നാളെ എനിക്ക് പിള്ളേരുണ്ടായാലും ആ ഒരക്ഷരം പഠിപ്പിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ ഞാൻ പഠിപ്പിക്കാൻ പോകുന്ന കാര്യമാണ് തുപ്പലോട്ട് പേജ് മറയ്ക്കുന്നത്. ആണല്ലോ, വെറുതെ അല്ല, പറഞ്ഞിട്ട് കാര്യമില്ല. എവല്യൂഷൻ കേട്ടിട്ടോ, അത് സംഭവിച്ചിട്ടില്ല നിങ്ങളുടെ കുടുംബത്തില്. ഇങ്ങനെയൊക്കെ. അപ്പൊ എവല്യൂഷൻ സംഭവിച്ചാൽ വായ തുപ്പലൊക്കെ പറ്റിപ്പോകും. അല്ല, തുപ്പൽ എന്നോട്ടോ മോശപ്പെട്ട കാര്യമായത്? പൊള്ളിയെ പോലും തുപ്പലല്ലേ തേക്കുന്നത്. തുപ്പലിനെന്താ കുഴപ്പം? തുപ്പലിനെന്താ കുഴപ്പം? ഞാൻ തൊട്ടിട്ടില്ല കേട്ടോ, തന്നെ വീണാണ്. ഞാൻ രക്ഷിക്കാം. കൈതാ കൈതാ. ഈ വെള്ള തുപ്പലിനത്ര കേടല്ലേ? പാമ്പായിരിക്കുള്ളൂ. പേരും മുഖവും ഒന്നും ഓർമ്മയില്ലാത്ത കുറെ കുട്ടികളുടെ കൂടെ കാൽക്കട്ടയിലെ സ്ട്രീറ്റ്സിലൂടെയൊക്കെ ഇങ്ങനെ ഓടിക്കളിക്കുന്നതാ എനിക്ക് ചൈൽഡ്ഹുഡിനെ പറ്റിയുള്ള ആകെയുള്ളൊരു വേഗ് മെമ്മറി. അവിടെ എവിടെയോ ബ്രേക്ക് ഡൗണായി കിടന്നിരുന്നൊരു വണ്ടി പെട്ടെന്ന് ഇങ്ങനെ റീസ്റ്റാർട്ടായ പോലൊരു ഫീൽ. സാറേ, അത്താഴ റെഡി ആയിട്ടുണ്ട്. എടുത്തു വെച്ചോ. വേണ്ട ചേച്ചി. ഇങ്ങനെയാണ് നമുക്ക് ഇതും വേണ്ടെന്ന് വയ്ക്കാം ഫാത്തിമ. നാളെ മുതൽ ഞാൻ പുറത്തുനിന്ന് കഴിച്ചോളാം. ഞാൻ എന്ത് ചെയ്തിട്ടാ അക്ബർ? ചേച്ചി എൻ്റെ റൂമിലെ ആ ജനലോ നിറച്ചാറ്. ഫാത്തിമ, നീ ആളാകെ മാറിപ്പോയി. നമ്മൾ ഒരുമിച്ച് നല്ല സുഹൃത്തുക്കളെ പോലെയല്ലേ പിരിയാൻ തീരുമാനിച്ചത്? നിന്നോട് പറഞ്ഞിട്ടല്ലേ ഞാൻ പേപ്പേഴ്സ് ഫയൽ ചെയ്യാൻ കൊടുത്തതും. പക്ഷേ അന്ന് മുതൽ നീ വേറെ ആരോ ആണ്. ഒരു സെൻറ്റൻസ് കംപ്ലീറ്റ് ചെയ്ത് സംസാരിച്ചിട്ട് എത്ര ദിവസമായി ഫാത്തിമ? ഞാൻ ഒരു കാര്യവും നിന്നോട് മറച്ചു വെച്ചിട്ടില്ല. നിക്കാഹിന് മുമ്പ് തന്നെ വളരെ വ്യക്തമായിട്ട് പറഞ്ഞതല്ലേ എൻ്റെ ജീവിതത്തിൽ എന്താ സംഭവിച്ചതെന്നും കൂടെ കൂടണമെന്ന് യാതൊരു നിർബന്ധവും ഇല്ലെന്നും. നിന്നെ ഇതിലേക്ക് വലിച്ചിട്ടതാ ഞാൻ ചെയ്ത ഏറ്റവും വലിയ തെറ്റ്.
പിരിയണമെന്ന് ഞാൻ പറഞ്ഞത് തന്നെ നിന്റെ നല്ലതിന് വേണ്ടിയിട്ടാ. എൻ്റെ നല്ലതിനോ? ആത്മാർത്ഥമായിട്ട് പറയാമോ അക്ബർ ഈ ചെയ്യുന്നതൊക്കെ എൻ്റെ നല്ലതിനാന്ന്? ഞാൻ ആ പേപ്പേഴ്സിലൊക്കെ സൈൻ ചെയ്തത് അക്ബറിനെ ഓർത്തിട്ട, അക്ബറിനെ കരുതി മാത്രം. പറഞ്ഞത് ശരിയാ, അക്ബർ എന്നോടൊന്നും മറച്ചു വെച്ചിട്ടില്ല. നിക്കാ ഒരു പരീക്ഷണമാണെന്ന് അറിഞ്ഞിട്ട് തന്നെയാണ് ഞാൻ ഇതിന് ഇറങ്ങി തിരിച്ചത്. അപ്പോഴൊക്കെ അക്ബറിനെ ഇതിൽ നിന്ന് പുറത്തു കൊണ്ടുവരാൻ പറ്റുമെന്ന് എനിക്ക് ഉറപ്പുണ്ടായിരുന്നു. പക്ഷെ അക്ബർ ഇതിന് തയ്യാറല്ല, അതിന് താല്പര്യവുമില്ല. ഒന്നും മറക്കാതിരിക്കാൻ വേണ്ടിയല്ലേ പേഴ്സിലെ ആ ഫോട്ടോയും ആ പൂച്ചയും ഒക്കെ കൂടെ കൊണ്ടു കിടക്കുന്നത്. അക്ബറിന് ആ ഓർമ്മകളിൽ മാത്രമായിട്ട് ജീവിക്കാനാണ് ഇഷ്ടം. ഞാനിവിടെ ഉള്ളത് അക്ബറിനൊരു പെയിനാണ്. അതുകൊണ്ട് ഈ ഡിവോഴ്സ് അക്ബർ എനിക്ക് ചെയ്യുന്ന ഹെൽപ്പല്ല, ഞാൻ അക്ബറിന് ചെയ്യുന്ന സഹായമാണ്. ആ ഹലോ ഷി. സാറേ, ആ 3 സാഹിബിൾട്ടേഴ്സ് ആയിട്ട് കണക്ട് ചെയ്തിരുന്നു. അതിന്റെ MD ഇന്ന് രാത്രി കൂടി സിറ്റിയിലുണ്ട്. നാളെ ഏർലി മോർണിംഗ് ആളെ ദുബൈക്ക് പോകും. പിന്നെ 1-2 ആഴ്ച കഴിഞ്ഞാൽ തിരിച്ചെത്തുള്ളൂ എന്നാ പറഞ്ഞു. അവരുടെ ഓഫീസിലെ ഗസ്റ്റ് ഹൗസിൽ തന്നെയാണ് താമസം. അത്യാവശ്യം ആണെങ്കിൽ ഇന്ന് രാത്രി തന്നെ കാണാമെന്നും പറഞ്ഞിട്ടുണ്ട്. ഇന്ന് തന്നെ ഉണ്ടേക്കാം. ഞാൻ ഒരു 10 മിനിറ്റിനുള്ളിൽ റെഡിയാവാം. നീ എന്നെ വന്നൊന്ന് പിക്ക് ചെയ്യണം. ഓക്കെ സാർ. ഓക്കെ, ശരി. മാത്യു ആണ്, കർണാടക പോലീസിലെ. ലൗഡ് സ്പീക്കറിലിട്ട്. ഹലോ ഹലോ ഷി, നീ വൈകിട്ട് പറഞ്ഞ കേസ് ഞാൻ അന്വേഷിച്ചു. അത് സൂയിസൈഡ് തന്നെ. കുട്ടിയുടെ അമ്മ കാലത്ത് റൂമിൽ ചെന്നപ്പോൾ മരിച്ചു കിടക്കുന്നതായിട്ട് കണ്ടു എന്നാ സ്റ്റേറ്റ്മെന്റ്. സെഡേഷൻ ബേസ്ഡ് ആയിട്ടുള്ള ഒരു കോമ്പൗണ്ട് പോയിസണാണ് ഉള്ളിൽ ചെന്നിരിക്കുന്നത്. പോയിസൺ പറ്റിയ ഷാളും പോയിസൻ്റെ ഒരു ബോട്ടിലും സ്പോട്ടിങ് നമ്മൾ കളക്ട് ചെയ്തിട്ടുണ്ട്. വേറെ സസ്പീഷ്യസ് ആയിട്ട് ഒന്നും നോട്ട് ചെയ്തിട്ടില്ല. പിന്നെ ആ കുട്ടിയുടെ മദറിൻ്റെ സ്റ്റേറ്റ്മെൻറ്റിൽ അൺയൂഷ്വലായിട്ടൊന്നുമില്ല. കൊച്ചിയിൽ നിന്ന് റിസർച്ചിനിടയിൽ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടാണ് ബാംഗ്ലൂർ എത്തിയത്. വന്നു കഴിഞ്ഞ് വല്ലാതെ ഡൗൺ ആയിരുന്നു. 1-2 വട്ടം പുറത്തു പോയതല്ലാതെ ആള് മുറി വിട്ടെവിടെയും പുറത്തു പോയിട്ടില്ല എന്നുള്ളതാണ് സ്റ്റേറ്റ്മെൻറ്റ്. ഓക്കെ. ആ കുട്ടിയുടെ അങ്കിളിൻ്റെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് കൂടിയുണ്ട്. നിഹാരികയുടെ അമ്മ ആവശ്യപ്പെട്ടിട്ട് അയാൾ സംഭവം നടക്കുന്നതിൻ്റെ തലേന്ന് ബാംഗ്ലൂർ എത്തിയതാണ്. കൊച്ചിയിൽ വെച്ച് നിഹാരിയയ്ക്ക് ഒരു റിലേഷൻഷിപ്പ് ഉള്ളതായി അയാൾ മൊഴി നൽകിയിട്ടുണ്ട്. ഫാമിലി മെമ്പേഴ്സ് അധികം താല്പര്യം കാണിക്കാത്തതുകൊണ്ട് ആ ആംഗിളിലൊന്നും കൂടുതൽ അന്വേഷണം നടത്തിയിട്ടില്ല എന്നാണ് ഞാൻ അന്വേഷിച്ചപ്പോൾ പറഞ്ഞത്. കേസ് ഈസ് കൈൻഡ് ഓഫ് ക്ലോസ്ഡ്. ഓക്കെ മാത്യു, തൽക്കാലം ഇത്രയും മതി. ശരി. നമ്മുടെ ഡോക്ടർ പറഞ്ഞതും ഇങ്ങനെ ഒരു പോയിസന്റെ സാധ്യതയല്ലേ? അതുപോലെ നീ വേറൊരു കാര്യം ശ്രദ്ധിച്ചോ? നിഹാരിക മരിക്കുന്ന ദിവസം JP ബാംഗ്ലൂർ ഉണ്ടായിരുന്നു. പക്ഷേ നമ്മളൊന്ന് സംസാരിച്ചപ്പോൾ അയാളത് പറഞ്ഞില്ലല്ലോ. അയാളെ കണ്ടുവന്നത് മുതൽ സാറിനൊരു മിസ്സിങ് ഫീൽ ചെയ്യുന്നുണ്ടല്ലേ? അത് മാത്രമല്ല, വേറൊരു കാര്യം കൂടിയുണ്ട്. ഞാൻ പറയാം, നീ വണ്ടി എടുക്ക. അപ്പോൾ ഈ ലൂക്കയെ നിങ്ങൾക്ക് അറിയില്ല അല്ലേ? ഓഫീസർ, നിങ്ങളിപ്പോൾ പറയുമ്പോഴാണ് ആ പടങ്ങൾ വരച്ചയാളുടെ പേര് ലൂക്ക എന്നാണെന്ന് തന്നെ ഞാൻ അറിയുന്നത്. ഞങ്ങളുടെ ഇവിടുത്തെ ടീമിനെ പറ്റിയ ഒരു മിസ്റ്റേക്ക് ആയിരുന്നു ആ പ്രോജക്റ്റ്. ആക്ച്വലി ആ പെയിൻറ്റിങ് ഞങ്ങൾക്ക് റീതിങ്ക് ചെയ്യാനൊരു അവസരം തന്നു എന്ന് തന്നെ വേണം പറയാൻ. അതുകൊണ്ട് ഞങ്ങളത് ഡ്രോപ്പ് ചെയ്തു. പിന്നെ ന്യൂസൊക്കെ നിങ്ങളും കണ്ടു കാണും. ഇപ്പം ഞങ്ങളുടെ വാൾ സിറ്റിയിലെ ഒരു അട്രാക്ഷനാണ്. അപ്പോൾ അതാരാ ചെയ്തതെന്ന് നിങ്ങൾ ഇതുവരെ അന്വേഷിച്ചില്ല എന്നാണോ പറഞ്ഞു വരുന്നത്? അഷ്റഫേ, ഈ ബാഗ് ഒന്ന് താഴ്ത്തിക്ക് വയ്ക്കും. ഓക്കെ മാം. യെസ്, അങ്ങനെ എന്തെങ്കിലും ആലോചിക്കുന്നതിന് മുമ്പ് തന്നെ ഇറ്റ് ഹാഡ് ബിക്കം എ ടോക്കിംഗ് പോയിന്റ്. ആൻഡ് ആസ് ഐ സെഡ്, മിസ്റ്റേക്ക് ഞങ്ങളുടേതായതുകൊണ്ട് അത് ഫിക്സ് ചെയ്യുക എന്നുള്ളതായിരുന്നു ഞങ്ങളുടെ ഫസ്റ്റ് പ്രയോറിറ്റി. ഈ സിനിമയിലൊക്കെ കാണുന്നത് പോലെ ഈവിൾ ഇൻറ്റൻഷൻസ് ഉള്ളൊരു ഫേമൊന്നും അല്ല ഞങ്ങളുടേത്. ഫെയർ ഡീൽസ് മാത്രം ചെയ്യുന്ന അത്യാവശ്യം സോഷ്യൽ കോഴ്സുകളിലൊക്കെ പങ്കെടുക്കുന്ന ഒരു സ്ഥാപനമാണ്. വീവ് ബീൻ ഫീച്ചേർഡ് ഇൻ മീഡിയ മെനി ടൈംസ്. മിസ് സായ്പ്രിയ ഇന്ന് പോയാൽ ഇനി എന്നാണ് തിരിച്ച്? മാം, ഇത് ജയപ്രകാശ് അല്ലേ? അതെ. ജയപ്രകാശിനെ എങ്ങനെയാണ് നിങ്ങൾക്ക് പരിചയം? JP is a good friend of mine and a well-wisher of Seaside. JP ഒരുപാട് കാലം ബാംഗ്ലൂർ ഉണ്ടായിരുന്നു when his sister was getting settled down.